ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുഴുക്കുംപുഴയ്ക്ക് അടുത്തുള്ള ക്യാമ്പ് റിവ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇവിടെ എന്താണെന്നല്ലേ, ഇവിടെ നമ്മൾ കയാക്കിങ്ങിന് വന്നതാണ്. കയാക്കിംഗ് മാത്രമല്ല, ടെൻറ്റ് സ്റ്റേയും ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു ടെൻറ്റ് സ്റ്റേയുടെ മുന്നിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയും ഇല്ല കേട്ടോ. ഞങ്ങളൊരു 6:15 കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. ഒരു ചായക്കൊക്കെ ഓർഡർ കൊടുത്ത് അവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടു വന്നപ്പോഴേക്കും ചായ വന്നു. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന സമയം കൊണ്ട് അവർ സ്റ്റാൻഡിൽ നിന്ന് കയാക്കെല്ലാം എടുത്ത് റെഡിയാക്കുമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കയാക്കിങ്ങിന് വരുന്നവർക്കെല്ലാം ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. മുന്നേ 2-3 തവണ കയാക്കിങ്ങിന് പോയതിന്റെ ഒരു കോൺഫിഡൻസ് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. എടാ, അവിടെ ലൈനപ്പ് നിൽക്കടാ. ബാക്ക് അതില്ലേ ലൈനപ്പോ ബ്രേക്ക് ABS ഇല്ല. Stop itu, kutia. Okay. പേടിക്കണ്ട. ക്യാമറയുടെ ഇത് ഡ്രോൺ എടുക്കാതെ നന്നായി. എന്തോ ഭാഗ്യത്തിന് ആ ഡ്രോണിന്റെ ബാഗ് എടുക്കാൻ തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് തട്ടിയതാണ്, ഒന്ന് ഇത്രയെന്ന് ചരിഞ്ഞതേ ഉള്ളൂ, ബാക്കി തനിയെ അതങ്ങ് ചരിഞ്ഞു. പോണം എന്തായാലും നനഞ്ഞ്. അത് നന്നായി, എന്തായാലും മറ്റേ സാധനം കൊണ്ട് ഇറങ്ങാത്ത. ബാക്കി സെറ്റല്ലേ ഇരിക്കുന്നത്, ഒത്തുകൂടെ പൊങ്ങിയിരിക്കും. എപ്പോഴും നമ്മൾ ഈ ബോഡി കൊണ്ട് ചലയാൻ പാടില്ല. പിന്നെ അവരുടെ അടുത്ത് ഇടിക്കാൻ പോയപ്പോഴേ ഇങ്ങനെ ഒന്നായിപ്പോയി. അതാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും നമ്മളെ കൈ മാത്രമേ പ്രവർത്തിക്കാവൂ. ഒരു പക്ഷേ വീണാലും നടന്നിങ്ങി വന്നാൽ മതി. ഓക്കെ, ഇവിടെ ആഴം ഇല്ലല്ലേ? അപ്പോൾ ഓക്കെയാണല്ലേ? ഓക്കെ. എല്ലാവരും മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പം ഞാൻ വെള്ളമാണ് ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ വീണ് എണീറ്റു. എനിക്കിപ്പോൾ 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, വാട്ടർ പ്രൂഫ് അല്ലാത്ത ഒന്നും തന്നെ കയാക്കിങ്ങിന് പോകുമ്പം കയ്യിൽ കരുതാതിരിക്കുക. പിന്നെ വാട്ടർ പ്രൂഫ് ആണെന്ന് കരുതി ചുമ്മാ കയ്യിൽ വെച്ചിരുന്നാലും വെള്ളത്തിൽ പോയാൽ കിട്ടാൻ പാടാ കേട്ടോ. എൻ്റെ ഗോപ്രോയുടെ സ്റ്റിക്ക് പോയായിരുന്നു. പിന്നെ 2ാമത്തെ കാര്യം പറയാനുള്ളത്, ഡബിൾസ് പോകുന്ന കയാക്കിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം സിംഗിൾ എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ചെറിയൊരു ഒലച്ചിൽ കൂടുതലാണ്. എന്നാൽ ഡബിൾസിൽ അത്രയും പ്രശ്നമില്ല. ഞാൻ മുന്നേ പലതവണ പോയതും ഡബിൾസിലായിരുന്നു. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സേഫ്റ്റി ജാക്കറ്റും ഇടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ചേട്ടൻ നമ്മളെ കയാക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വീണത്
അത് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻസ്ട്രക്ഷൻസിൽ എടുത്ത് പറയുന്നുണ്ട് ബോഡി ഒരു കാരണവശാലും ഒരു സൈഡിലേക്ക് ചരിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യരുതെന്ന്. നിൽക്കാൻ പോയപ്പോൾ ഒരു റിഫ്ലക്സ് ആക്ഷൻ വെച്ച് ബോഡി ഒരു സൈഡിലേക്ക് കുറച്ചൊന്ന് ചരിഞ്ഞതാണ് ഞാൻ വീഴാനായിട്ടുണ്ടായ സാഹചര്യം. നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ ഒരു സൺറൈസ് അല്ലെങ്കിൽ ഒരു സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്ത് ഈ ഒരു നേച്ചറൊക്കെ ആസ്വദിച്ച് കയാക്കിങ്ങിൽ ഇരുന്നു കൊണ്ട് ട്രെയിൻ പോകുന്നതും ഒക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഈ ഒരു സ്ഥലത്ത്, അതായത് ഈ ഒരു ട്രെയിൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് വലിയൊരു ഓപ്പൺ കായലിലേക്കാണ്. അവിടെ ആഴം കൂടുതലാണ്. അപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് അങ്ങ് വരെ പോയി ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് റൗണ്ട് അടിച്ച് ഇങ്ങ് തിരിച്ച് വരണം. പിന്നെ ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം പാസ് ചെയ്ത് കഴിയുമ്പം ഒരു പൊഴി കണക്കാണ്. അതായത് വെള്ളം ഇറങ്ങുന്ന ടൈമും കയറുന്ന ടൈമും അവിടെ ചെറിയൊരു പ്രശ്നമാണ്. കാരണം വെള്ളം ഇറങ്ങുന്ന ടൈം ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ സിമ്പിളായിരിക്കും, പക്ഷേ തിരിച്ച് കയറി വരാൻ ഇച്ചിരി ഒന്ന് ആയാസപ്പെടേണ്ടി വരും. ഇതായിരുന്നു ഗോപ്രോയുടെ ലാസ്റ്റത്തെ ക്ലിപ്പ്. എങ്ങനെയോ അറിയാതെ ടൈം ലാപ്സ് ആയിപ്പോയി. ഇതിന് ശേഷം ഓവർ ഹീറ്റായി ഗോപ്രോ ഓഫ് ആവുകയും ചെയ്തു. ഈ ഒരു സ്പോട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പൊഴി കണക്ക് ആക്ട് ചെയ്യുന്നത്. കാരണം അങ്ങോട്ടിപ്പം വെള്ളം ഇറങ്ങുന്ന ടൈം ആയതുകൊണ്ട് അങ്ങോട്ട് സിമ്പിളായിട്ട് പോവാം. പക്ഷേ ഈ ഒരു വ്യൂ എല്ലാം കണ്ട് നമുക്ക് തിരിച്ചു വരാൻ നേരത്ത് ഇച്ചിരി ഒന്ന് ആയാസപ്പെടേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് ഒരാൾക്ക് 250 രൂപയാണ്. അങ്ങനെ നമ്മൾ കയാക്കിങ് കഴിഞ്ഞിട്ട് എത്തി. നൈസായിട്ട് പണി കിട്ടി. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബോഡി ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞപ്പം വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് നൈസായിട്ട് കുളിച്ചു. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഡ്രോണും കാര്യങ്ങളും എല്ലാം കൊണ്ടിറങ്ങാനായിട്ട് ഇരിക്കുമായിരുന്നു. എന്തോ അവസാന നിമിഷത്തിൽ ആ ബാഗ് എടുത്തങ്ങ് മാറ്റി വെച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗോപ്രോയുടെ സ്റ്റിക്ക് മാത്രമേ പോയുള്ളൂ. ബാക്കി മൊബൈലും എല്ലാം ബാഗിനകത്തായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതേ ടീഷർട്ട് ഇവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഗോപ്രോയുടെ ചെസ്റ്റ് മൗണ്ട്. ബാക്കി ഗോപ്രോ എടുത്ത് ബാഗിനകത്ത് വെച്ചു. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം.
ഡ്രോൺ ഷോട്ട്സ് ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റേ ഓപ്ഷൻസ് നോക്കാം. ഈ ഒരു കാണുന്ന സ്റ്റേക്ക് അവർ ചാർജ് ചെയ്യുന്നത് 3500 രൂപയാണ്. എയർ കണ്ടീഷൻഡ് റൂമാണ്. ഒരു 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ആ ഒരു കാണുന്ന ബെഡ് അല്ല, മാട്രസ് ആണ് നോർമലി അവർ ഇട്ട് തരുന്നത്. 2 മാട്രസ് ഫ്ലോറിലിട്ട് സുഖമായിട്ട് കിടക്കാം. മൂന്നാമതൊരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, കിടക്കാൻ പറ്റായികയില്ല. എന്നാലും ബാത്റൂമിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കിടക്കേണ്ടി വരും. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ നോർമൽ ടെൻറ്റ് സ്റ്റേ നോക്കാം. അപ്പം അതിൽ 3 പേരെ അക്കോമഡേറ്റ് ചെയ്യും മാക്സിമം. അതിന് 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതിലും ഞാൻ ഈ പറഞ്ഞത് കണക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് 2 പേർക്ക് തന്നെ ആയിരിക്കും. അപ്പം അതിലും സെയിം സെറ്റപ്പ് തന്നെയാണ്. അവർ മാട്രസ് പ്രൊവൈഡ് ചെയ്യും. ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ടെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല, ഇതിന് വേണ്ടി കോമൺ ടോയ്ലറ്റ് പുറത്തുണ്ട്. പിന്നെയും ഒരു Xbhpയുടെ റൈഡ് തന്നെയായിരുന്നു ഇതും. അപ്പോൾ പിന്നെയും നമ്മളെ കൊണ്ടുവന്ന ജയൻ ചേട്ടന് താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.